പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനമരുളും. അത് സുവിശേഷത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കാറ്റും കോളും ആഞ്ഞടിക്കുന്ന വഞ്ചിക്കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നൊരു സമയത്ത്, കാറ്റ് പ്രതികൂലമായിരുന്ന ഒരു സമയത്ത്, തിരമാലകളിൽപ്പെട്ടത് വല്ലാതെ ഉലയുന്ന സമയത്ത് കർത്താവ് കടലിന് മീതെ നടന്ന് അവരുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. സമാധാനം നൽകാനായിട്ടാണ് ചെല്ലണേ, പക്ഷേ ഭയമാണ് അവരുടെ ഉള്ളിൽ കൂടുകെട്ടുക. കർത്താവ് അവരോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. നിങ്ങൾ പേടിക്കാതെ, ഞാനാണ്. നിങ്ങൾ എൻ്റെ അല്ലേ എന്ന് പറഞ്ഞിട്ട് വരുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. യാക്കോബിന് ജന്മം നൽകുകയും ഇസ്രായേലിനെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. കർത്താവിൻ്റെ വാഗ്ദാനമാണ്, ഉറപ്പാണ്, നീ എൻ്റേതാണ്. അങ്ങനെ സ്വന്തമായിട്ട് ചേർത്ത് പിടിച്ചവരെ ഒരപകടങ്ങളിലേക്കും തള്ളിവിടാതെ ഓടി വരുന്ന അവർക്ക് എല്ലാ ഭയങ്ങളുടെയും തകർച്ചകളുടെയും തളർച്ചകളുടെയും എതിർപ്പുകളുടെയും ഒക്കെ ഇടയിൽ സമാധാനം നൽകാനായിട്ട് കൂടെ നിൽക്കുന്ന കർത്താവിനെ നമ്മൾ കാണും. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, അവർ എൻ്റെ ജനമായിരിക്കും, എൻ്റേത്, അവരെ വിടില്ല. കർത്താവ് അരുൾ ഈ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വായിക്കുന്നുണ്ട്, അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമാണ്. ഇങ്ങനെ കർത്താവ് നമുക്ക് സമാധാനം തരാനായിട്ട് ഇങ്ങനെ കൂടെ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. ആ സമയത്ത് പത്രോസിലേക്ക് ചോദിക്കുന്നുണ്ട്, കർത്താവ്, ഇത് നീയാണെങ്കിൽ ഈ ഒരു കടലിന് മീതെ നടക്കാൻ എന്നോട് പറ. കർത്താവ് പറയും, പോരെ. നടക്കുന്നുണ്ട്. എന്ത് പ്രയാസങ്ങളുടെയും ഏത് തിരമാലകളുടെയും മുകളിൽ ഇങ്ങനെ കാലടി വെച്ച് മുന്നോട്ട് പോകാനായിട്ട് കർത്താവിൻ്റെ കരം പിടിച്ചാൽ മാത്രം മതി. സമാധാനമാണ്, സ്വസ്ഥതയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ആകെ തകർന്ന് മറിഞ്ഞു കിടക്കുന്ന പ്രയാസങ്ങൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ കടക്കുമെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു കൈ നമ്മളുടെ ഇങ്ങനെ കൂടെ പിടിക്കുക, പോര്. ആ കർത്താവിലേക്ക് ഇങ്ങനെ കൈ ചേർത്ത് വയ്ക്കുമ്പോൾ, ജീവിതം സമർപ്പിക്കുമ്പോൾ, ഏത് പ്രതിസന്ധികളുടെ മീതെ കൂടി ഇങ്ങനെ നടന്നപ്പുറത്ത് പോകാനായിട്ടുള്ള കൃപ കിട്ടുന്നത് എത്രയോ തവണ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാ. അല്ലെങ്കിൽ ഇത്ര മാത്രമൊക്കെ നമ്മൾ എത്തുമെന്ന് വിചാരിക്കണേ. എന്തൊക്കെ പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നിന്ന് കർത്താവ് നമ്മളിങ്ങനെ കരം പിടിച്ച് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടും കുറച്ച് കഴിയുമ്പോൾ ചുറ്റും നടക്കുന്ന കാറ്റിലേക്കും കോളിലേക്കും കണ്ണു പായുന്ന പത്രോസ്ലിഹ താഴേക്ക് ഇങ്ങനെ താഴ്ന്നു പോകുന്ന നേരത്തെ കർത്താവ് ചോദിക്കുന്നുണ്ട്, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്തിനാണ്? ഈ സംശയമാണ് എല്ലാ അസ്വസ്ഥതകൾക്കും കാരണം, എല്ലാ അസമാധാനത്തിനും കാരണം. ജീവിതം ഇങ്ങനെ വല്ലാത്ത പ്രയാസങ്ങളിലൂടെ, ആകുലതകളിലൂടെ കടന്നു പോകാൻ കാരണം ആ കർത്താവിനെ സംശയിച്ചതുകൊണ്ട്. ചുറ്റും ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ശരിയാണ്, കർത്താവ് അവിടെ ഉണ്ട്, നമ്മളത് തന്നെയല്ല പറയണേ. പ്രാർത്ഥിക്കുന്നവരുണ്ടെച്ചാ ഈശോ ഉണ്ടെന്നറിയാം, ഈശോ നോക്കൂന്നൊക്കെ അറിയാം. പക്ഷേ ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റൂലെന്നേ. കർത്താവല്ലേ കൂടെ നിൽക്കണേ, അവൻ്റെ കയ്യല്ലേ നമ്മൾ പിടിച്ചിരിക്കണേ, അവനിലേക്കല്ലേ നമ്മൾ പ്രാർത്ഥനകൾ സമർപ്പിക്കണത്, അവനല്ലേ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നേക്കണേ. പിന്നെ സംശയിച്ചതെന്ത്? അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? ഈ 2-3 തവണ ഈ വചനത്തിൽ വരുന്നുണ്ട്. അവർ ഭയന്ന് താഴേക്ക് തോന്നു. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് വേണ്ടെന്നാണ് പറയണത്. ജീവിതത്തിൻ്റെ സ്വസ്ഥത മുഴുവൻ നശിപ്പിച്ച് കളയുന്ന ആകുലതകൾ, ഭയങ്ങൾ, ഉത്കണ്ഠകൾ ഒന്നും വേണ്ട, ഇത് ഞാനാണ്. ഈ ഞാനാണെന്ന് പറയുന്ന ഒരാൾ മരണത്തെ പോലും തോൽപ്പിച്ചുയർത്ത, മരണത്തിന് പോലും പരിഹാരമുണ്ടെന്ന് കാണിച്ചു തന്ന് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തോടെ നിൽക്കുന്ന ഒരാളാണ്. ആ കർത്താവ് ജനത്തിന് സമാധാനം നൽകുന്നത് ഇങ്ങനെ കൂടെ നിന്ന് ബലപ്പെടുത്തിയിട്ടാണ്. ഞാൻ കൂടെയുണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കൂ. ആ ഒരു ഒപ്പം നിൽക്കലിൽ ഒന്ന് വിശ്വസിക്കാനായാൽ മാത്രം ജീവിതത്തിന് സ്വസ്ഥതയുണ്ടാവുന്നു. അവൻ്റെ കരം പിടിച്ചിട്ടും താഴ്ന്നു പോകുന്നതിൻ്റെ കാരണം അവനേക്കാൾ വലുതാണ് എൻ്റെ പ്രശ്നങ്ങളെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതുകൊണ്ടാണ്. കർത്താവിന് പോലും പരിഹരിക്കാൻ പറ്റില്ലെന്നുള്ള വിധത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ വലിപ്പം കൊടുക്കുമ്പോൾ, വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ താഴ്ന്നു പോവും ഉറപ്പായിട്ടും. ആ പ്രശ്നം നമ്മളെ, ആ പ്രയാസം നമ്മളിങ്ങനെ വിഴുങ്ങി തുടങ്ങും.
അവിടെ വെച്ച് കർത്താവ് ചോദിക്കുക, അല്പവിശ്വാസി നീ ഭയപ്പെടുന്നത് എന്തിനാ, സംശയിച്ചത് എന്തിനാ? സംശയിക്കാതെ, ഞാനാണ്, ഇത് ഞാനാണ്. അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. അത് തന്നെ കാര്യം, നീ ദൈവപുത്രനാണ്. ആ കർത്താവിങ്കലേക്കാണ്, എൻ്റെ ദൈവത്തിലേക്കാണ് നമ്മൾ ജീവിതം സമർപ്പിക്കുന്നത്. ആ ഒരു ആഴമായിട്ടുള്ള വിശ്വാസം എൻ്റെ എത്ര തവണ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പം എത്ര പേർക്ക് വിശ്വാസമുണ്ട് അവിടെ ദൈവം ഉണ്ടെന്ന്? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരിടമാണ് ദേവാലയം എന്ന് ഒരു തവണയെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുള്ളവർ പിന്നെ ഒരിക്കലും മുടങ്ങില്ലല്ലോ അവിടെ. കുഞ്ഞുങ്ങളോട് സാധാരണ ചോദിക്കാറുണ്ട്, ഇവിടെ ഈശോ ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? ഈശോ ദൈവമാണെന്നറിയോ? ഓ ഉണ്ട്. ഈ സക്രാരിയിൽ ഈശോ ഉണ്ടോ? ഉണ്ട്. പിന്നെ എന്തെല്ലാ ദിവസവും പള്ളിയിൽ വരാത്തെ? അതിനേക്കാൾ വലുതാണ് മറ്റു കാര്യങ്ങൾ. അവിടെയാണ് പ്രശ്നം. കർത്താവേ, ഇത് ഞാനാണെന്ന് പറഞ്ഞു നിൽക്കുന്ന അങ്ങയിലേക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട് മറ്റെല്ലാം അങ്ങയേക്കാൾ താഴെയാണെന്ന് ഉറപ്പിച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അങ്ങേക്ക് നിസ്സാരമാണെന്ന് ബോധ്യപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഒന്ന് ശാന്തമാകാൻ, സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഈശോയെ, നിന്നിൽ വിശ്വസിക്കാൻ, ഒരിക്കലും സംശയിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് തെളിച്ചം തരണമേ എന്ന അപേക്ഷയോടുകൂടെ ഈശോയുടെ വലിയ ആശീർവാദത്തിനായി അവൻ്റെ കരം പിടിച്ച് നമ്മുടെ ശിരസിൽ വെച്ച് ഈശോയെ ഒരിക്കലും ഇങ്ങനെ കൈവിട്ടു പോകാതെ കാത്തോളണേ എന്നുള്ള അപേക്ഷയോടുകൂടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ വായനയിൽ ജീവിതം സ്വസ്ഥമാകുമ്പോൾ അനുഭവിച്ചറിയാൻ പറ്റുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കും. അപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്നു, ഗുഹാമുഖത്ത് നിന്നു. ചെറിയൊരു മൃദുസ്വരം, ചെറിയൊരു കാറ്റ്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ചുറ്റും നടക്കുന്ന കോലാഹലങ്ങളെയൊക്കെ ഒന്ന് അതിജീവിച്ചുകൊണ്ട്, മാറ്റിവെച്ചുകൊണ്ട്, മനസ്സ് ക്രിസ്തുവിലേക്ക്, ഈശോയിലേക്ക് മാത്രം ഉറപ്പിച്ചുകൊണ്ട് ഒന്ന് സ്വസ്ഥമാവുമ്പോൾ അവനിങ്ങനെ കൂടെ നിൽക്കുന്ന അനുഭവം, ജീവിതം ശാന്തമാകുന്ന അനുഭവം. കർത്താവെ, ശാന്തമായ ഉറക്കം തരണമേ, സമാധാനപൂർണമായ ജീവിതം തരണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.